അടുക്കളയുടെ നിശബ്ദതയിൽ നിന്നും ഒരു ശബ്ദം. ഫസ്നയുടെ ജീവിതത്തിൻ്റെ രുചികൾ പറഞ്ഞു തുടങ്ങാം. ഞാൻ ഫസ്ന. എല്ലാ രാവിലെയും നമ്മൾ കുട്ടികളുടെ ലഞ്ച് ബോക്സ് പൂരിപ്പിക്കുമ്പോൾ അതിൽ വെറും ഭക്ഷണം മാത്രമല്ല, നമ്മളുടെ മനസ്സും സ്നേഹവും കരുതൽ കൂടിയാണ് നിറച്ചിരിക്കുന്നത്. കുറച്ച് വാക്കുകൾ പോലും പറയാതെ അവർക്ക് പറയുന്ന ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നൊരു ഭാഷയാണത്. നമ്മൾ മാതാപിതാക്കൾക്ക് പലപ്പോഴും അത്ര പറയാൻ സമയം കിട്ടാറില്ല. പക്ഷേ ഈ ഒരു ചെറു കാര്യത്തിലൂടെയാണ് നാം അവരെ മനസ്സിലാക്കിക്കുന്നത്. നീ എനിക്ക് വിലപ്പെട്ടതാണ്, നിൻ്റെ സന്തോഷം എനിക്ക് പ്രധാനമാണ് എന്നൊരു സന്ദേശം കൂടിയാണ് ഈ ലഞ്ച് ബോക്സിലൂടെ നാം അവർക്ക് പകരുന്നത്. കുട്ടികൾക്കൊപ്പം ജീവിതം സിമ്പിളായി തോന്നട്ടെ എന്ന് നാം ആഗ്രഹിക്കുന്നു. പക്ഷേ നമ്മൾ തന്നെയാണ് പലപ്പോഴും അവരെ ഒരുപാട് പ്രഷറിലാക്കുന്നത്. അത് ചെയ്തോ, അത് പഠിച്ചോ, എന്തിനാ പിന്നെയും തെറ്റ് എന്നൊക്കെ ചോദിച്ച്. പകരം ഒന്ന് ചിന്തിച്ചു നോക്കൂ, അവർക്കത് എത്ര ഭാരമായിരിക്കുമെന്ന്. ചിലപ്പോൾ അവർക്ക് വേണ്ടത് നമുക്ക് അവരോടൊപ്പം ഇരുന്ന് ഒരു ചെറിയ സംഭാഷണം മാത്രമായിരിക്കും. ഒരു ചെറിയ ചിരി, ഒരു ശരിയാണ് മോളെ അല്ലെങ്കിൽ ഒരു ശരിയാണ് മോനെ എന്നൊരു വാക്ക്. അത് അവരുടെ ആത്മവിശ്വാസത്തിന് ഒരു വലിയ ശക്തിയാകും. ലഞ്ച് ബോക്സിലെ ഓരോ കഷണവും നമ്മുടെ സ്നേഹത്തിൻ്റെ ഓർമ്മയായി മാറട്ടെ. അവർ അത് തുറക്കുമ്പോൾ അമ്മയോ അച്ഛനോ ഇതൊക്കെ ചെയ്തല്ലോ എന്ന് ചിന്തിച്ച് ഒരു ചെറിയ ചിരി മുഖത്ത് വരട്ടെ. അത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലം. ജീവിതം മുഴുവൻ നാം പഠിപ്പിക്കേണ്ടതില്ല, ചിലപ്പോൾ കേൾക്കുന്നതും മതി. ജീവിതം മുഴുവൻ നാം പഠിപ്പിക്കാതെ പഠിപ്പിക്കുന്നതാണ് ചില കാര്യങ്ങളിലൂടെ. കുട്ടികൾ പറയുമ്പോൾ നമുക്ക് സമയം കൊടുക്കാം. അവർ പറയുന്ന ചെറിയ കാര്യങ്ങൾ പോലും നിസ്സാരമാക്കാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. കുട്ടികൾ വളരുന്നുണ്ടെന്ന സത്യം നമുക്ക് തിരിച്ചറിയുമ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കേണ്ടത് അധികം വാക്കുകളല്ല, അധികം സ്നേഹമാണ്. ജീവിതം എത്ര തിരക്കിലായാലും നമ്മുടെ കുട്ടികളോട് ചിലവഴിക്കുന്ന ആ ചില നിമിഷങ്ങൾ മാത്രം മതി അവരെ ജീവിതം മുഴുവൻ പോസിറ്റീവാക്കാൻ. അവർ വളരുമ്പോൾ നമുക്ക് ഓർമ്മയാകുന്നത് നമ്മൾ പറഞ്ഞ വാക്കുകളല്ല, നമ്മൾ കൊടുത്ത അനുഭവങ്ങളാണ്. ഒരു ചായ പകുത്തു കൊടുക്കുമ്പോഴോ സ്കൂളിലേക്കുള്ള യാത്രയിലോ അവർക്കൊപ്പം ചിരിച്ച ആ ചെറു നിമിഷങ്ങളാണ് അവരുടെ മനസ്സിൽ എന്നും ജീവനുള്ളത്. അതുകൊണ്ട് നമുക്ക് പറ്റുന്ന പോലെ അവരോടൊപ്പം സമയം ചിലവഴിക്കാം. പൂർണ്ണതയില്ലാത്ത ഒരു പാരൻ്റാവാതെ സ്നേഹമുള്ള പാരൻ്റാകാം നമുക്ക്. അവർക്കൊരു ഉറപ്പ് കിട്ടട്ടെ, എനിക്ക് എന്തായാലും എന്തു വന്നാലും എൻ്റെ അമ്മയുണ്ട്, എൻ്റെ അച്ഛനുണ്ട് എന്ന്. അതായിരിക്കും അവർ ജീവിതത്തിൽ ഏറ്റവും വലിയ കരുത്ത്. പ്ലീസ് സബ്സ്ക്രൈബ്.